സീസണിന്റെ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെ സ്പെഷ്യൽ ആണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് എന്നറിയില്ല. മോഹൻലാൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോവുക, എന്തിനൊക്കെയാണ് ഒരു ഉത്തരം തരാൻ പോവുക എന്നുള്ളത് അറിയില്ല. ആരെയൊക്കെ എടുത്തിട്ട് കൊടയും എന്നറിയില്ല. വമ്പൻ ട്വിസ്റ്റുകളായിരിക്കാം ഇന്നത്തെയും നാളത്തെയും എപ്പിസോഡിൽ ഉണ്ടാവുക. കാരണം ഈ ഒരാഴ്ചയിലെ എലിമിനേഷൻ പ്രോസസ്സ് ഒഴിവാക്കിയിരുന്നു, എവിക്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാനുണ്ടാകും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ. അതുപോലെ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും മറന്നു തുടങ്ങിയിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നുന്നുണ്ട് സിജോയെ. വീടിന്റെ ഉള്ളിലുള്ള ആരും തന്നെ സിജോയെ പറ്റിയിട്ട് കാര്യങ്ങളുമായിട്ടൊന്നും ചർച്ച ചെയ്യുന്നതൊന്നും കാണുന്നില്ല. പക്ഷെ സിജോ ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത്. ഇന്നത്തെയോ നാളത്തെയോ എപ്പിസോഡിൽ സിജോ വരാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. സിജോ 27-ാം തീയതി എപ്പിസോഡിലാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടായിട്ട്, അതായത് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നത്. 25-ാം തീയതിയിലെ എപ്പിസോഡിലാണ് റോക്കി പ്രശ്നമുണ്ടാക്കുന്നതും എവിക്റ്റഡ് ആവുന്നതും. അതിനുശേഷം 26-ാം തീയതി വീട്ടിൽ തന്നെ സിജോയ്ക്ക് റെസ്റ്റ് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് 27-ാം തീയതി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പുറത്തേക്ക് ഒരു സർജറിക്കായിട്ട് പോവുകയായിരുന്നു. പല്ലിനും ജോ ലൈനിനും ഒരു ചെറിയൊരു ഫ്രാക്ചർ പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടിട്ട് ആ ഒരു സർജറിക്ക് ശേഷമുള്ള ചെറിയൊരു ഒരു ബ്രേക്ക് ഓർ റെസ്റ്റിന് ശേഷം സിജോ ഇന്നോ നാളെയോ ആയിട്ട് തിരിച്ചു വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സിജോ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതൊരു ഗെയിം ട്വിസ്റ്റിംഗ് മൊമെന്റ് തന്നെ ആയിരിക്കും. സിജോ ഓൾറെഡി ആ വീട്ടിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് കുറച്ച് മെന്റൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെയായിരുന്നു സിജോ. അതുകൊണ്ടിട്ട് പുറത്തു പോയി ഈ 4-5 ദിവസം പുറത്തു നിന്നുകൊണ്ട് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എപ്പിസോഡുകളെല്ലാം കണ്ടതിന് ശേഷം എല്ലാവരുടെയും ഗെയിമിനെ മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചു വീണ്ടും വീട്ടിലേക്ക് വരുമ്പോൾ ഉറപ്പായും അവിടെ ഒരു വലിയ ട്വിസ്റ്റ് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ സിജോ വരുന്നതോടൊപ്പം തന്നെ വൈൽഡ് കാർഡ് എൻട്രികൾ ആരൊക്കെ വരുമെന്നുള്ളത് അറിയില്ല. ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ആയിട്ട് വൈൽഡ് കാർഡ് എൻട്രികൾ വരാൻ ചാൻസുകൾ ഒരുപാടുണ്ട്. അതിൽ പ്രേക്ഷകർ പറയുന്നത് ഈ ആഴ്ച തന്നെ കാണുമെന്നാണ്. കാരണം ഇപ്പോൾ ആ വീട്ടിൽ 15 കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത്. 3-ാമത്തെ ആഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും 15 പേർ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. 5 പേര് പ്രേക്ഷക വിധി പ്രകാരം കൊണ്ടും പല പല കാരണങ്ങൾ കൊണ്ടും 5 പേരാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ നിലവിൽ പുറത്തു പോയിരിക്കുന്നത്. സിജോ കൂടി തിരിച്ചു വന്നാൽ 15 പേര് ആ വീട്ടിലുണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ 14 പേരിലേക്ക് പോകും. അപ്പോൾ ഉറപ്പായിട്ടും വൈൽഡ് കാർഡ് എൻട്രീസിനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാകും. ഇപ്പൊ നിലവിൽ തറവാട്ടിലൊരു ക്ഷതം സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡ് എൻട്രികളുടെ ആവശ്യകത ഇപ്പോൾ അവിടെ കൂടുതലാണ്. കുടുംബാംഗങ്ങളുടെ ശക്തി കൂട്ടേണ്ടത് ബിഗ് ബോസിനാണെങ്കിലും അത്യാവശ്യമായൊരു കാര്യമാണ്. കാരണം ഗെയിം അപ്പോഴേ ഓൺ ആവുകയുള്ളൂ. പ്രേക്ഷകർ പറയുന്ന ഒരു കണക്കനുസരിച്ചിട്ടാണെങ്കിൽ 4-5 വൈൽഡ് കാർഡുകൾ വീട്ടിലേക്ക് വരുമെന്നാണ് പറയുന്നത്. കാരണം അതൊരു അങ്ങനെയാണെങ്കിൽ അത് ബിഗ് ബോസ് മലയാളത്തിലൊരു ചരിത്രം തന്നെയായിരിക്കും. നിലവിൽ തമിഴ് ബിഗ് ബോസിൽ ഇങ്ങനെയൊരു ചരിത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 5 പേര് ഒരേ ആഴ്ച ഒറ്റയടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതുകൊണ്ടിട്ട് തന്നെ ഈ മലയാളം ബിഗ് ബോസിലേക്കും അങ്ങനെ വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം അപ്പോഴും പ്രേക്ഷകർ പറയുന്നത് റിയ സലീമിനെ പോലെയൊക്കെയുള്ള ഒരു നല്ലൊരു കോമണർ ആയിട്ടുള്ള ഒരാള് അകത്തേക്ക് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ റിയാസ് സലീമിനെ പോലെയുള്ള ഒരു വൈൽഡ് കാർഡിന് ആവശ്യമുണ്ട് ബിഗ് ബോസ് ഹൗസിനെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കോമണേഴ്സിന് വരാൻ സാധ്യതയുണ്ടാകും. ഇങ്ങനെ ഒരു 5 വൈൽഡ് കാർഡ് എൻട്രികളോ അല്ലെങ്കിൽ 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും അതിൽ ഒരാളോ ഒരു കോമണർ ആവാനുള്ള സാധ്യത ഒരു 90% ആ ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു മെയിൽ വൈൽഡ് കാർഡ് ആയിരിക്കും. കാരണം ഇപ്പോൾ നിലവിൽ 2 ഫീമെയിൽ വൈൽഡ് കാർഡ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരാൾ പുറത്തുപോയി, ഒരാൾ അവിടെ സ്ട്രോങ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഓൾറെഡി വീട്ടിൽ മെയിൽ കണ്ടസ്റ്റൻസ് കുറവാണ് എന്നുള്ള ഒരു സാഹചര്യത്തിൽ മെയിൽ വൈൽഡ് കാർഡ് ആയിരിക്കും വരാനുണ്ടാവുക. അതുപോലെ ബിഗ് ബോസ് ഹൗസിലെ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് വന്ന സമയത്ത് ഗബ്രിയോട് പല കാര്യങ്ങളും സംസാരിക്കുന്ന ഒരു സമയത്ത് അഫ്സൽ എന്ന് പറയുന്ന ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. ഇപ്പോഴത്തെ റൂമേഴ്സ് അനുസരിച്ച് അഫ്സൽ ആ വീട്ടിലേക്ക് വരും എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കാരണം അഫ്സൽ ആരൊക്കെയോ അഫ്സലിനോട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ആണോ എന്നറിയില്ല. ഹിന്ദി ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ കമ്മിറ്റ്മെന്റിലുള്ള ഒരാളെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ വലിയൊരു ഗെയിം ട്വിസ്റ്റിംഗ് മൊമെന്റ് ബിഗ് ബോസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ അതും ഒരു ട്വിസ്റ്റ് ആവാൻ തന്നെ സാധ്യതയുണ്ട്, അങ്ങനെ ഒരാൾ വരികയാണ് എങ്കിൽ. അതുപോലെ അത് കാരണം
പല ഇപ്പൊ ബിഗ് ബോസ് മലയാളത്തെ സംബന്ധിച്ച് ഹിന്ദി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, എല്ലാ ഭാഷകളിൽ നിന്നുള്ള പല കാര്യങ്ങളും പല ബിഗ് ബോസും അഡാപ്റ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സീസണുകളിലും മറ്റ് സീസണുകളിൽ നിന്നുമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എലമെന്റ് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന വൈൽഡ് കാർഡുകളും ഈ പറയുന്ന ആളുടെ കാര്യമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല.